1957 രൂപീകൃതമായ കോഴിക്കോട് ജില്ലയ്ക്ക് പറയാൻ ഒട്ടനവധി ചരിത്ര കഥകളുണ്ട്. കലയും സംസ്കാരവും സാഹിത്യവുമൊക്കെ കൂടിച്ചേർന്ന കഥകൾ. കുന്തലതയുടെ കർത്താവായ അപ്പു നെടുങ്ങാടിയിൽ നിന്നും ആരംഭിക്കുന്ന കോഴിക്കോടിൻ്റെ സാഹിത്യ ചരിത്രം, മുഹബത്തിൻ്റെ താളം പിടിക്കുന്ന സുലൈമാനി കഥകളും ബിരിയാണി മണക്കുന്ന കാറ്റും വാസ്കോഡഗാമ കപ്പലിറങ്ങിയ കാപ്പാടും, അങ്ങനെ ഒട്ടനവധി. ബ്രിട്ടീഷുകാരുടെയും ജർമ്മൻകാരുടെയും ഡച്ചുകാരുടെയും ഒക്കെ പ്രിയപ്പെട്ട ഇടമായ കോഴിക്കോട് പൗരാണികതയുടെ ശേഷിപ്പുകൾ സൂക്ഷിക്കുന്ന ഇടം കൂടിയാണ്. അത്തരത്തിൽ പഴമയുടെ ഗന്ധം പേറുന്ന ചരിത്രത്താളുകളെ നൂലിഴകളാൽ നെയ്തുകൂട്ടുന്ന ഒരു നെയ്ത്ത് ഫാക്ടറി ഉണ്ടായിരുന്നു കോഴിക്കോടിന്. കോംട്രസ്റ്റ്. 100 വർഷത്തിലേറെ പഴക്കമുള്ള ഈ നെയ്ത്ത് ഫാക്ടറി കേരളത്തിലെ പഴയകാല കൈത്തറി വ്യവസായത്തെ ഓർമ്മപ്പെടുത്തുന്ന ഇടം കൂടിയാണ്. എന്നാൽ ഇന്നാകട്ടെ അത് കാടുമൂടിക്കിടക്കുന്ന ക്ഷയിക്കപ്പെട്ട ചരിത്രത്തിൻ്റെ ഓർമ്മകൾ പേറുന്ന ഇടം മാത്രമാണ്. ജർമ്മൻകാർ തുടങ്ങിയൊരു സ്ഥാപനം. ജർമ്മൻകാർ പണ്ട് ബ്രിട്ടീഷുകാർ വരുന്നതിന് മുന്നേ ഈ മതപരിവർത്തനത്തിന്, അന്ന് ജർമ്മൻകാരാണല്ലോ ഇന്ത്യ ഭരിച്ചിരുന്നത്. അന്ന് ഈ മതപരിവർത്തനം കഴിഞ്ഞ് വരുന്ന ആൾക്കാരെ പുനരുദ്ധരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയതാണ്, ജർമ്മൻ ബാസിൽ മിഷൻ എന്ന് പറഞ്ഞിട്ട്. അവരുണ്ടാക്കി കഴിഞ്ഞ് അവരുടെ അടുത്ത് നിന്ന് ഭരണം പിന്നെ ഈ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. പിടിച്ചെടുത്തപ്പോൾ ഇത് സ്വാഭാവികമായും ഓരോ കൺട്രോളിലായി. അങ്ങനെ അവിടുന്ന് ബ്രിട്ടീഷുകാരായി പിന്നെ ഇതിൻ്റെ മാനേജ്മെൻറ്റ്. അത് കഴിഞ്ഞ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി പോകുമ്പം ഇതൊരു ട്രസ്റ്റിനെ ഏൽപ്പിച്ചതാണ്. അതാണ് ഈ കോംട്രസ്റ്റ് ട്രസ്റ്റ്. അന്ന് ഈ സമൂഹത്തിൽ ഉന്നത സ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്ന ആൾക്കാർ, റിട്ടയർഡ് ചെയ്ത ജഡ്ജിമാർ, അങ്ങനെ സമൂഹത്തിൻ്റെ ഉന്നതങ്ങളിലുള്ള ആൾക്കാരായിരുന്നു ഇതിൻ്റെ ഡയറക്ടർ ബോർഡ് സ്ഥാനത്തേക്ക് വന്നിരുന്നത്. അതുപോലെ അതൊരു സാമൂഹ്യക്ഷേമ പ്രവർത്തനം എന്നുള്ള ലെവലിൽ അഴിമതിയൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോയതാണ്. 1844 ജർമ്മൻ ബേസൽ മിഷന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് മാനാഞ്ചിറയ്ക്കടുത്ത് സ്ഥാപിതമായ കോംട്രസ്റ്റ് ഫാക്ടറി ഇന്ത്യയിലെ തന്നെ പഴക്കം ചെന്ന ഫാക്ടറികളിൽ ഒന്നാണ്. മിതമായ നിരക്കിൽ കോട്ടൺ, ലിനൻ തുണിത്തരങ്ങൾ ലഭ്യമാക്കിയിരുന്നതിനാൽ രാജ്യാന്തര ശ്രദ്ധ നേടാനും കഴിഞ്ഞിരുന്നു. 1-ാം ലോക മഹായുദ്ധത്തിനു ശേഷം കോമൺവെൽത്ത് എന്ന ബ്രിട്ടീഷ് കമ്പനി ഇതിനെ നടത്തിപ്പേറ്റെടുക്കുകയും 2009 പ്രത്യേക മുന്നറിയിപ്പുകളൊന്നുമില്ലാതെ, കാരണം വ്യക്തമാക്കാതെയുള്ള സാമ്പത്തിക നഷ്ടത്തെ തുടർന്നുള്ള അടച്ചുപൂട്ടൽ തൊഴിലാളികളുടെ ജീവിതത്തിൻ്റെ നിറം കെടുത്തി. ഒരുപാട് പ്രതീക്ഷകളുമായി ജീവിക്കുന്ന കുടുംബങ്ങളിലെ ഏക വരുമാന മാർഗമായിരുന്നു ഇവിടുത്തെ തൊഴിലെന്ന് പറയുമ്പോൾ പൂർവ്വ ജീവനക്കാരുടെ കണ്ണീരിൽ കുതിർന്ന ജീവിതാനുഭവങ്ങൾ നമുക്ക് മുൻപിൽ ഉറക്കപ്പെടുന്നു. അങ്ങനെ 2009 ജനുവരി 31 സ്ഥാപനം ഒരു 377 തൊഴിലാളികളുണ്ടായിരുന്നു. അവിടെ ഒരു മാനദണ്ഡവും പാലിക്കാതെ 100 കൂടുതൽ തൊഴിലാളികളുള്ള ഒരു സ്ഥാപനം അടച്ചുപൂട്ടണമെങ്കിൽ ജില്ലാ ലേബർ ഓഫീസറെ സർട്ടിഫിക്കറ്റ് വേണം. 6 മാസം ലേ ഓഫ് കൊടുക്കണം. എന്നിട്ട് തുടർന്ന് നടത്തിക്കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഓല അനുമതിയോട് കൂടിയിട്ട് സ്ഥാപനം പൂട്ടാൻ പറ്റുള്ളൂ. ഇവർ 2009 ജനുവരി 31 ഒരു ലീഗലായിട്ടുള്ള ഒരു പേപ്പറും ശരിയാക്കാതെ ഒരു സുപ്രഭാതത്തിൽ സ്ഥാപനം അടച്ചു. വരുമാനം നിലച്ചതോടുകൂടി വീട്ടിലെ ചിലവുകളും മക്കളുടെ വിദ്യാഭ്യാസവും ആശുപത്രി ചിലവുകളുമൊക്കെ വഴിമുട്ടി നിൽക്കുകയാണെന്നും തൊഴിലാളികൾ അഭിപ്രായപ്പെട്ടു. ജോലി നഷ്ടമായ 107 ജീവനക്കാരും ജോലി തിരികെ നൽകാനും ഫാക്ടറി പൂർവാധികം ശക്തിയോടെ പ്രവർത്തനം ആരംഭിക്കുന്നതിനുമായി സമരവുമായി രംഗത്തിറങ്ങി.
വളരെ അവസ്ഥ കഷ്ടതയാണ്. കുറെ ആൾക്കാർ ജോലി ഇല്ലാതെ കുത്തിരിക്കുകയാണ്. കുറെ ആൾക്കാർ അതിന് ശേഷം കുറെ ആൾക്കാർ മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. കുറെ കുടുംബങ്ങൾ കഷ്ടത്തിലാണ്. വീട് വരെ ജപ്തി ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. അത് എന്തായാലും സർക്കാർ ചെയ്യേണ്ട കാര്യം സർക്കാർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊന്നും പ്രശ്നം. 2012 കേരള ഗവൺമെന്റ് തൊഴിലാളികൾക്ക് അനുകൂലമായി ബില്ലിറക്കി. എല്ലാ മാസവും 5000 രൂപ ധനസഹായം നൽകുമെന്ന്. എന്നാൽ 2016 സ്ഥാപനം പ്രവർത്തനക്ഷമമല്ല എന്നതിനാൽ നൽകി വന്നിരുന്ന നഷ്ടപരിഹാരം നിർത്തിവെച്ചു. ഇത് വീണ്ടും തൊഴിലാളികളുടെ ജീവിതത്തെ ഇരുട്ടിലാഴ്ത്തി. ശമ്പളം കുറവായിരുന്നെങ്കിലും സന്തോഷത്തോടെയായിരുന്നു ഇവിടെ ജോലി ചെയ്തിരുന്നതെന്നും നീതി ലഭിക്കുന്നതുവരെ ഞങ്ങൾ സമരം ചെയ്യുമെന്നും പഴയകാല ജീവനക്കാരൻ ഷാജി പറഞ്ഞു. അങ്ങനെ ഞങ്ങള് ഈ സ്ഥാപനം ഗവൺമെന്റ് ഏറ്റെടുക്കണം എന്നുള്ള ഒരു മുദ്രാവാക്യം വെച്ചുകൊണ്ട് സമരത്തിലേക്ക്. ഞങ്ങളിപ്പോഴും 2018 ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത് നിയമമായതിനു ശേഷവും ഇപ്പോൾ 2024 ആയിട്ട് ഈ സമയം വരെ ഞങ്ങൾ ഇതിനു വേണ്ടി പൊരുതിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ പറയാനുള്ളവരോടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നല്ലാതെ ഇതിൻ്റെ ഒരു നിയമ നടപടികളായിട്ട് സർക്കാർ മുന്നോട്ട് പോകില്ല. വിദഗ്ധരായ തൊഴിലാളികൾ കോഴിക്കോട് സംബന്ധിച്ചിടത്തോളം കോമ്പലത്തിലെ നെയ്ത്ത് തൊഴിലാളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെയ്ത്ത് എന്താണെന്ന് ഭാവി തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരാൾക്കാർ ഇനി കോഴിക്കോട്ടില്ല. ഈ കോൺഗ്രസിലുള്ള തൊഴിലാളികൾ നെയ്ത്ത് കൈത്തറിനെ പറ്റി അറിയുന്ന ആൾക്കാർ ഇത്രയും വിദഗ്ധരായ തൊഴിലാളികളുള്ള സ്ഥലത്ത് ആ തൊഴിലാളികളെ വരെ ഗവൺമെന്റ് ഇങ്ങനെ അവഗണിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ജീവിതം എന്താവുമെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഞങ്ങൾ ഇതിന്ന് പുറകെ പോകും. ഈ സമരത്തിൽ എന്ത് തീരുമാനം ജീവൻ വരെ പോണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഈ സമരത്തിന് തീരുമാനം ആവണ വരെ ഞങ്ങൾ ഇതിന്റെ ഒപ്പം. ചരിത്രത്തിന്റെ ശേഷിപ്പുകൾ കാത്തുസൂക്ഷിക്കുന്ന ഇവിടം പഴയകാല നെയ്ത്ത് പാരമ്പര്യത്തെ സംരക്ഷിക്കുന്ന മ്യൂസിയമാക്കാനും ഒപ്പം നെയ്ത്തിന്റെയും കൈത്തറി മേഖലയുടെയും അറിവ് പകർന്നു നൽകുന്ന വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങാനുമാണ് സമരക്കാർ ആവശ്യപ്പെടുന്നത്. അന്യം നിന്നു പോകുന്ന കൈത്തറി മേഖലയുടെ പൗരാണികത സംരക്ഷിക്കാൻ ഈ കോൺട്രാസ്റ്റ് ഫാക്ടറിക്ക് സാധിക്കുമോ, അതോ മറ്റൊരു വിസ്മൃതിയായി ചരിത്രത്തിന്റെ ഏടുകളിൽ അടയാളപ്പെടുത്തുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു.